കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് പ്രഭാതത്തിൽ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. വചനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ ഒരിടത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യരിൽ ഒരുവൻ വന്നു പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് യേശു തൻ്റെ കർത്തൃപ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. എപ്രകാരം പ്രാർത്ഥിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ഒരു മാതൃകയായി കർത്തൃപ്രാർത്ഥന നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ പ്രാർത്ഥനയുടെ ഏറ്റവും ചെറിയ രൂപമാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ 5 യാചനകൾ നൽകപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇതേ വേദഭാഗം തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ 7 യാചനകൾ ഉൾക്കൊള്ളുന്ന കർത്തൃപ്രാർത്ഥനയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തീയ പ്രാർത്ഥനയുടെ അടിസ്ഥാന സ്വഭാവം എപ്രകാരമായിരിക്കണം എന്ന് ഈ 7 യാചനകൾ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തെ വിശുദ്ധ ലൂക്കോസ് അവതരിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, യേശുവിൻ്റെ ശുശ്രൂഷയിൽ പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്ന അതീവ പ്രാധാന്യം ഓരോ സന്ദർഭത്തിലും എടുത്തു കാണിക്കുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. യേശുവിൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഓരോ മുഹൂർത്തത്തിലും യേശു തമ്പുരാൻ പ്രാർത്ഥിച്ചിരുന്നു എന്ന് വിശുദ്ധ ലൂക്കോസ് വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. യേശുവിൻ്റെ മാമോദീസ സമയത്ത്, യേശുവിൻ്റെ രൂപാന്തരീകരണ വേളയിൽ, പിതാവിൻ്റെ സ്വരം ശ്രവിക്കുന്നതിന് മുൻപായി, പിതാവിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ ഉണ്ടാകുന്നതിന് മുൻപായി യേശു പ്രാർത്ഥിക്കുന്നതായി വിശുദ്ധ യോഹന്നാൻ അവതരിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരെ തിരഞ്ഞെടുക്കുമ്പോൾ, അവർക്ക് സുവിശേഷ ദൗത്യം നൽകി അയക്കുമ്പോൾ അതിന് മുന്നോടിയായി യേശു തമ്പുരാൻ പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാർക്ക് വേണ്ടി യേശു തമ്പുരാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ യേശുവിൻ്റെ ജീവിതം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതമാണ് എന്ന് വളരെ വ്യക്തമായി അടയാളപ്പെടുത്തുവാൻ വിശുദ്ധ ലൂക്കോസ് സുവിശേഷകൻ സവിശേഷമായി ശ്രദ്ധിക്കുന്നു എന്ന് സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. യേശുവിൻ്റെ ശുശ്രൂഷയുടെ പിന്നിലെ ശക്തിയും ചൈതന്യവും യേശു പിതാവുമായി നിലനിർത്തിയിരുന്ന ശക്തമായ പ്രാർത്ഥന ബന്ധമാണ്. ആ കർത്താവാണ് ശിഷ്യന്മാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അവർക്ക് പ്രാർത്ഥനയുടെ ഒരു മാതൃക എന്നുള്ള നിലയിൽ പ്രാർത്ഥനയുടെ 7 യാചനകൾ ചേർത്ത് ഒരു മാതൃകാ പ്രാർത്ഥനയായി കർത്തൃപ്രാർത്ഥന അവരെ പഠിപ്പിച്ചത്. ഇത് വളരെ അനന്യമായ ഒരു പ്രാർത്ഥനയാണ്. യേശു തമ്പുരാൻ്റെ തന്നെ പ്രാർത്ഥനയാണ്. ഇത് ഒരു യാന്ത്രികമായ ആവർത്തനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനല്ല, ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘടകങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിലും ഉണ്ടാകണം എന്നുള്ളതാണ് ഈ പ്രാർത്ഥന നൽകുന്നതിലൂടെ യേശു തമ്പുരാൻ പരമപ്രധാനമായി ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള മനോഹരമായ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതിൽ നമ്മൾ ദൈവത്തോട് നടത്തുന്ന 7 യാചനകളിൽ ആദ്യത്തെ 3 യാചനകൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരതയുടെയും നമ്മുടെ മനസ്സിൽ നിറയുന്ന പ്രത്യാശയുടെയും അതുപോലെ നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്ന സ്നേഹത്തിൻ്റെയും അടയാളമായി പിതാവായ ദൈവത്തോട് നമ്മൾ നടത്തുന്ന യാചനയാണ്. അത് സ്വർഗീയ പിതാവുമായി നമുക്കുള്ള അഭേദ്യമായ ബന്ധത്തെ സൂചിപ്പിക്കുന്ന യാചനകളാണ്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ, അബ്ബ എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള, മക്കൾക്കടുത്ത സ്വാതന്ത്ര്യമുള്ള വ്യക്തികളാണ് നമ്മളെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തോട്, ദൈവപിതാവിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ച് പ്രാർത്ഥന. യേശു തമ്പുരാൻ അങ്ങനെയായിരുന്നു. തൻ്റെ പിതാവുമായി അഭേദ്യമായ ഒരു ബന്ധം യേശുവിനുണ്ടായിരുന്നു. ആ ബന്ധമാണ് യേശുവിൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥന.
തുടർന്ന് 4ഉം 5ഉം യാചനകളിൽ നമ്മുടെ നിത്യസാധാരണ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കപ്പെടുന്നത്. അതിനുശേഷമുള്ള 6ഉം 7ഉം യാചനകൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടമാണെന്നും ആ പോരാട്ടത്തിൽ ദൈവത്തിൻ്റെ സഹായം പ്രാർത്ഥനയിലൂടെ നമുക്ക് എങ്ങനെയാണ് ലഭിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത്. അങ്ങനെ ഈ 7 യാചനകൾ നമ്മൾ നടത്തുന്ന ക്രിസ്തീയ പ്രാർത്ഥനകളുടെ ഘടകങ്ങളായി ഉണ്ടാകണം എന്ന് യേശു തമ്പുരാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ പ്രാർത്ഥന ഒരു മാതൃകാ പ്രാർത്ഥനയായി ശിഷ്യ സമൂഹത്തിന് നൽകിയത്. ഇതിനെ തുടർന്ന് യേശു തമ്പുരാൻ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 3 ഉപമകൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും. ഒന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരു സ്നേഹിതന്റെ കഥയാണ് ഇതിനെ തുടർന്ന് ഈ സുവിശേഷ ഭാഗത്ത് തന്നെ പരാമർശിച്ചിരിക്കുന്നത്. അവൻ്റെ നിരന്തരമായ അഭ്യർത്ഥനയുടെ മുൻപിൽ അവൻ്റെ കൂട്ടുകാരൻ അവന് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കുമെങ്കിൽ ദൈവത്തോട് ചോദിക്കുന്നവർക്ക് നല്ലവനായ ദൈവം, സ്വർഗസ്ഥനായ ദൈവം എത്രയോ അധികമായി നന്മകൾ നൽകാതിരിക്കുകയില്ല. അപ്പോൾ ദൈവത്തോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന്, ദൈവത്തോട് അവിരാമമായി പ്രാർത്ഥിക്കണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് തുടർന്ന് വരുന്നത്. നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവത്തോടുള്ള ബന്ധവും അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നടത്തുന്ന എല്ലാ യാചനകൾക്കും ദൈവസന്നിധിയിൽ ഒരു മറുപടിയുണ്ട്. ഒരു പ്രാർത്ഥനയും കേൾക്കപ്പെടാതിരിക്കുന്നില്ല. എല്ലാ പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്നുണ്ട്. ദൈവം നിശ്ചയിക്കുന്ന നിമിഷത്ത് ആ പ്രാർത്ഥനകൾക്ക് നമുക്ക് മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ശക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് നമ്മളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ നിരന്തരം കേൾക്കുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പാണ് കർത്താവ് നമ്മളോട് അരുളി ചെയ്യുന്ന ഈ വചനങ്ങൾ. അവസാനമായി കർത്താവ് പറയുന്നു, നിങ്ങൾക്കെല്ലാം നൽകുന്ന ദൈവം എല്ലാ ദാനങ്ങളുടെയും പൂർത്തീകരണം എന്നുള്ള നിലയിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും എന്ന് പറഞ്ഞാണ് ആ സുവിശേഷ ഭാഗം അവസാനിക്കുന്നത്. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതിലുപരിയായി പറയേണ്ടതില്ലല്ലോ. നമ്മുടെ ജീവിതം ഒരു പ്രാർത്ഥനയുടെ ജീവിതമാണ്. നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഗുരു നമ്മുടെ കർത്താവാണ്. കർത്താവിനോട് ശിഷ്യന്മാര് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കർത്താവ് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ കർത്തൃ പ്രാർത്ഥന നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ആവർത്തിക്കുന്നു എന്നതിലുപരി നമ്മുടെ പ്രാർത്ഥനയുടെ എല്ലാ ഘടകങ്ങളിലും ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ അംശം ചാലിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ നോമ്പുകാലത്ത് മറ്റുള്ളവർക്ക് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി തന്നെയും നമുക്ക് ആത്മാർത്ഥവും വിശ്വസ്തവുമായി പ്രാർത്ഥിക്കാം. അങ്ങനെ യേശുവിനെ സ്നേഹിക്കുന്ന നല്ല വ്യക്തികളെന്നുള്ള നിലയിൽ പ്രാർത്ഥനയുടെ മനുഷ്യരായി നമുക്ക് രൂപാന്തരപ്പെടാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.